ഇന്ത്യയില് അപ്പൊ ഏകദേശം നമ്മള് 400-ലധികം എംപിമാരുള്ള രാജ്യം, 400-ലധികം എംപിമാരുള്ള രാജ്യം. ഈ രാജ്യത്ത് ഈ പറയുന്ന NDA മുന്നണിയിൽ എത്ര മുസ്ലിം എംപിമാരാണ്? കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് നമ്മുടെ മുഖ്താർ അബ്ബാസ്, അതും എനിക്കൊന്ന് നോമിനേറ്റഡ് MP ആണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഈ വാചോടിക്കണല്ലാതെ ഒരു MP അയക്കാൻ തയ്യാറല്ലല്ലോ. ഞാൻ പറയട്ടെ, ആദ്യത്തെ റിലീസിൽ 195 MPമാരെ പിന്നെ റിലീസ് ചെയ്തു. അതിൽ ഒരു MP ലിസ്റ്റിൽ വന്ന ഒരേ ഒരു മുസ്ലിം ഞാനാണ്. പറയാം, ഞാൻ ആണ് വന്നത്. ഞാൻ വന്നിട്ട് പോലും ഞാൻ വന്നതെന്ന് പറയാൻ ചുമ്മാ ഒരു രാഷ്ട്രീയക്കാരനാവെന്ന് പറഞ്ഞ് വന്നതല്ല. ഓണസ്റ്റായിട്ട് പറയുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എത്ര ആത്മാർത്ഥമായി ഞാൻ നന്നാക്കാൻ ശ്രമിച്ചു. അതേ സ്പിരിറ്റോടുകൂടി, അതേ കോൺഷ്യൻസോടുകൂടി, അതേ ഫിലോസഫിയിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന മലപ്പുറം ഇവിടുത്തെ മനുഷ്യരെ, ഇവിടുത്തെ ഫുഡും എല്ലാം എനിക്ക് ഇഷ്ടം. അതൊന്ന് ഡെവലപ്പ് ചെയ്യാൻ എനിക്കൂടെ ഒരു അവസരം കിട്ടുമെങ്കിൽ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോകും. എന്നിട്ട് ഞാൻ കിട്ടുന്നത് നിങ്ങൾക്ക് ഞാൻ വോട്ട് ചെയ്യില്ല, ഞാൻ നിങ്ങൾ ഷേക്ക് ഹാൻഡ് ചെയ്യില്ല എന്ന് പറയുന്ന ചിലരെ കാണുമ്പോൾ എനിക്ക് വേദനയൊക്കെ ഉണ്ട്. അത് നോക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചു 195 റിലീസ് ചെയ്തപ്പോൾ ഒരാൾ വന്നു. അത് അവർ വളരെ കെയർഫുൾ ആയിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്തു. ഈ ചുമ്മാ ആൾക്കാരെ എടുക്കുകയല്ല, പോയി റെക്കമെൻഡ് ചെയ്ത് എടുക്കുന്നതല്ല പാർട്ടി നോക്കുന്നത് എന്താണ്? അക്സെപ്റ്റബിലിറ്റി, വിന്നബിലിറ്റി, ക്യാരക്ടർ, എബിലിറ്റി, എഡ്യൂക്കേഷൻ, ഇന്റലിജൻസ്. ഒരു MP ആയിട്ട് എടുത്താൽ ഈ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി വന്നു കഴിഞ്ഞാൽ his ability to prepare programs and projects, develop that state. അല്ലാതെ ചുമ്മാ പോയി DA വാങ്ങിച്ച് അവിടെ പോയി ബോയ്ക്കോട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാവർക്കും വേണ്ടത്. അത് കൺസിഡർ ചെയ്തുകൊണ്ട് ഈ 2047 വികസിത ഭാരതിലെ 760 ഡിസ്ട്രിക്റ്റിനെയും ഭംഗിയായിട്ട് സുസ്ഥിരമായി ഡെവലപ്പ് ചെയ്യുന്ന മെഗാ പ്രോജക്റ്റാണ്. ക്വാളിറ്റീസ് ഒക്കെ നിലനിൽക്കുന്ന എംപിമാരാണോ ഓൾറെഡി ഇന്ത്യയിലുള്ളത് എന്തൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ അല്ല, ഞാൻ പറയുന്നത് മോഡി 1-ല് മോഡിജി കുറെ കാര്യം പഠിച്ചു. അത് കഴിഞ്ഞ് മോഡിജി 2 വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടെ മാറി. മോഡി 3 വരുമ്പം നിങ്ങൾ നോക്കിയുള്ളൂ, ആ ടീം വിൽ ബി മച്ച് ബെറ്റർ. ഇന്റലക്ച്വൽ അവിടെയൊക്കെ മോഡിജിയുടെ ഫിലോസഫി എന്താണെന്നറിയോ? ഈ വരുന്ന MPമാര് 143 കോടി ജനങ്ങളെയും ഒരുപോലെ കാണാനും ഒരുപോലെ ചേർത്ത് പിടിക്കാനും എല്ലാവരെയും ശ്രദ്ധിക്കാനും അവന്റെ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുക്കാനും മാനുഷികപരമായി ചേർന്ന് നിൽക്കാനും കഴിവുള്ളവർ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. എക്സെപ്റ്റ് അല്ല, ഒരിക്കലും പറയാം. നിങ്ങൾ അത് കാര്യം മൈനോറിറ്റീസിന് വേണ്ടി മോഡി ഗവൺമെന്റ് ചെയ്തിട്ടുള്ള പ്രോജക്ട്സും പ്രോഗ്രാംസും വേണമെങ്കിൽ ഈ ഗീവ് മി 1 hour ടൈം, ഐ വിൽ ബ്രിങ് എവറിഥിങ് ആൻഡ് ഷോ യു. വായിക്കുന്നത് അറിയുന്നതും നിങ്ങൾ വായിക്കുന്നതും അറിയുന്നതും കൂടുതലും ഈ ഇന്ത്യ ടീം പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ് വായിക്കുന്നത്. ഒരാൾക്ക് ഒരു സ്റ്റോറിയെ പറ്റി എന്തെല്ലാം വിവിധ വെർഷനിൽ എഴുതണം. നിങ്ങൾ വായിക്കുന്നതെല്ലാം മ്യൂട്ടിലേറ്റഡ് വെർഷൻസ്, അല്ലെങ്കിൽ സ്യൂഡോ വെർഷൻസ്, അല്ലെങ്കിൽ അൺറിയലിസ്റ്റിക് വെർഷൻസ് ആണ്. നമുക്ക് ശരി കാണാൻ നമുക്ക് മനസ്സില്ല. ആയിക്കോട്ടെ സാർ, ഏതായാലും പിന്നെ ചോദ്യങ്ങളെ കാര്യമുണ്ട്. ഞങ്ങൾ ഓപ്പണിൽ ഇതുപോലെ വാഗ്വാദങ്ങൾ നടത്തിയതാണ്. നിങ്ങളെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ 11 അറബിക് കോളേജുകൾക്ക് വർഷങ്ങളായി പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ അപ്പോ നിങ്ങൾ പ്രശ്നം പറഞ്ഞപ്പോഴത്തേക്ക് മുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞതല്ല. എനിക്ക് നിങ്ങളോട് അത് പറയാനുണ്ട്. ഞങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയതിനു ശേഷം എല്ലാ ചുവപ്പ് നാടുകളും, അത് അറബിക് കോളേജ് മാത്രമല്ല, 11 അറബിക് കോളേജുകളിൽ 9 അറബിക് കോളേജുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, 2 കണ്ണൂർ യൂണിവേഴ്സിറ്റി. കാലിക്കറ്റ് എന്തെടുക്കുന്നോ ആ തീരുമാനം കണ്ടുപിടിക്കും. അത് സാറിന്റെ കാലത്ത് വളരെ കൃത്യമായിട്ട് നടന്നത്. സലാം സാർ, ഞങ്ങൾ അങ്ങനെ പറയുള്ളൂ. അത് ഞാൻ 100%. കാരണം എന്നോട് ചോദിച്ച ഒറ്റ ഈ ആഴ്ച നമ്മൾ ചർച്ച നടത്തുന്നു. സാർ ആരും ഏറ്റെടുക്കില്ല. സാർ ഒറ്റ ചോദ്യം, സാറിന് കഴിയുമെന്ന് വെച്ചു. ബുധനാഴ്ച ആകുമ്പോൾ സിലബസ് കൊണ്ടുവന്നൊരാവട്ടെന്ന് വെച്ചു. ആലോചിക്കട്ടെ. പിറ്റേന്നോടെ വന്ന് 2-3 ദിവസമാണ് ഇരുന്നത്. നമ്മൾ ചൊവ്വാഴ്ച തരാം. സാറ് വന്നു, നന്നായിട്ടുണ്ട്. പക്ഷെ അത് സലാം സാറിന് കഴിയും, അങ്ങനെ കഴിയും. അങ്ങനെ ഒരു MP ആവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇന്ത്യ എന്ത് ചെയ്യും? തിളങ്ങും. നമുക്കിനി ആർഗ്യുമെന്റ് വളരെ സെൻസിബിൾ ചോദ്യം ചോദിച്ചു, സെൻസിബിൾ ഉത്തരം പറഞ്ഞു. പിന്നെ ഡെമോക്രസിയിൽ എന്ത് ഡിബേറ്റ് നടക്കുമോ? ശരി, അടുത്തൊരു പരിചയപ്പെട്ടാം.